ചൈനയിലെ 3 പ്രമുഖ എഐ ലാബുകളായ ഡീപ്സീക്ക്, മൂൺഷോട്ട് എഐ, മിനിമാമാക്സ് എന്നിവർ തങ്ങളുടെ എഐ മോഡലായ ക്ലോഡിന്റെ കഴിവുകൾ നിയമവിരുദ്ധമായി പകർത്തിയെന്ന് ആന്ത്രോപിക് പരസ്യമായി കുറ്റപ്പെടുത്തി. ലളിതമായ പകർപ്പല്ല, മറിച്ച് വളരെ ആസൂത്രിതവും വിപുലവുമായ രീതിയിൽ ക്ലോഡിന്റെ സാങ്കേതികവിദ്യയും ഡേറ്റയും മോഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്ന് കമ്പനി ആരോപിക്കുന്നു. എഐ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആന്ത്രോപിക് തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ ചൈനീസ് കമ്പനികൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് ആഗോള എഐ മത്സരത്തിൽ വലിയ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ആന്ത്രോപിക് സിഇഒയും പെന്റഗൺ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. ക്ലോഡ് എഐ മോഡലിനെ ചൈനീസ് ലാബുകൾ പകർത്തുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു സാങ്കേതിക മോഷണം മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സൈന്യം ഇത്തരം എഐകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് സുപ്രധാന വിവരങ്ങൾ കൂടി ചോർത്തപ്പെടാൻ കാരണമാകുമെന്ന് യുഎസ് സർക്കാർ ഭയപ്പെടുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ സഹോദരിയായ കിം യോ ജോങ്ങിനെ പാർട്ടിയുടെ അജിറ്റേഷൻ ആൻഡ് പ്രൊപ്പഗൻഡ ഡയറക്ടറായി നിയമിച്ചതായാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തര കൊറിയയിലെ വിവരവിനിമയം, സെൻസർഷിപ്പ്, രാഷ്ട്രീയ പ്രചാരണങ്ങൾ എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഈ വകുപ്പിനാണ്. ഈ നിയമനത്തോടെ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും ശക്തമായ വ്യക്തി എന്ന നിലയിൽ അവരുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കപ്പെട്ടു. പാർട്ടിയുടെ നയരൂപീകരണ സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ അവർക്ക് നിർണായക സ്വാധീനമുണ്ട്. കിം ജോങ് ഉന്നിന്റെ വിശ്വസ്ത എന്ന നിലയിൽ സൈനിക കാര്യങ്ങളിലും വിദേശ നയങ്ങളിലും അവർ ഇടപെടാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയ്ക്കും എതിരെ ശക്തമായ പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ കിം യോ ജോങ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. പുതിയ ഡയറക്ടർ പദവി അവർക്ക് ഭരണതലത്തിൽ ഔദ്യോഗികമായി കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു.